രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ട്രാൻസ്ജെൻഡർ യുവതിയും രംഗത്ത്. തന്നെ ബലാത്സംഗം ചെയ്യുമെന്ന് രാഹുൽ പറഞ്ഞതായി ട്രാൻസ്ജെൻഡർ യുവതി. നിരന്തരം അശ്ലീല സന്ദേശം അയച്ച് ടെലഗ്രാം, വാട്സപ്പ് കോളിലൂടെയും മോശമായി സംസാരിച്ചുവെന്ന് കൊച്ചിയിലെ ട്രാൻസ്ജെൻഡർ യുവതി അവന്തിക ജനം ടിവിയോട് പറഞ്ഞു. രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് യുവതികൾ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഒരു ട്രാൻസ് യുവതി കൊച്ചിയിൽ അവർക്കും മോശമായിട്ടുള്ള അനുഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായി എന്നുള്ള ഒരു ആക്ഷേപവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അവന്തിക എന്നാണ് ആ യുവതിയുടെ പേര്. എന്താണ് സംഭവം? എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 1-2 വർഷമായിട്ട് ഇത്തരം മെസ്സേജുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സെക്ഷുവലി ഫസ്ട്രേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടില്ല. മാത്രമല്ല ഇത്തരത്തിലുള്ള മെസ്സേജസ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ബാംഗ്ലൂരോ ഇവിടെ ഹൈദരാബാദോ പോയി റൂം എടുക്കാം, എന്നെ റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ അങ്ങനെ ആവശ്യപ്പെടുന്നത്. ഒരു റേപ്പിസ്റ്റായിട്ടാണ് അയാളെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത്രയും ലൈംഗിക വൈകൃതവും ദാരിദ്ര്യം പിടിച്ച മറ്റൊരു ജനപ്രതിനിധി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കര മോശമാണ്. കാരണം സ്ത്രീകളോടായാലും ട്രാൻസ് യുവതികളോട് ആരോടായാലും ഇത്തരത്തിൽ സംസാരിക്കണം, ലൈംഗിക വൈകൃതത്തോട് സംസാരിക്കണം. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത്? എങ്ങനെയാണ് പരിചയപ്പെട്ടത്? തൃക്കാക്കര ഇലക്ഷന് ശേഷമാണ് എനിക്ക് മെസ്സേജ് ഇങ്ങനെ പരിചയപ്പെടുകയാണ്. പിന്നീട് എൻ്റെ നമ്പർ വാങ്ങിക്കുകയും എനിക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുകയുണ്ടായി. എനിക്ക് ടെലഗ്രാമിലാണ് 1 സെൻറ്റിലാണ് ഇയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ഒന്ന് റീഡ് ചെയ്യുന്ന പിന്നീട് ആ മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനത്തെ മെസ്സേജുകളാണ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നീട് എങ്ങനെയായിരുന്നു അതിനോടുള്ള ഒരു മറുപടി? എങ്ങനെയായിരുന്നു അവന്തികയുടെ? ഇനി അയക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അയച്ചോ? അല്ല, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തിരിച്ചൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മെസ്സേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാഷ്വൽ ടോക്കുകൾ മാത്രമേ ഞാൻ തിരിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇയാൾ ഇത്രയും മോശപ്പെട്ട രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ സമൂഹത്തിൽ പലരിടത്തും നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളോട് അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ധൈര്യം കിട്ടിയത് ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ളത്. ഇതിൽ എന്തെങ്കിലും നിയമ നടപടിയുമായിട്ടോ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടോ? അയാൾ വെല്ലുവിളിച്ച സ്ഥിതിക്ക് നിയമ നടപടികൾ നിയമപരമായി നിയമവശം തേടിയതിന് ശേഷം നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. എന്തെങ്കിലും തെളിവുകളുണ്ടോ? തെളിവുകളായിട്ട് അയാൾ എന്നെ വിളിച്ച കോളുകളും അത് വാട്സപ്പ് കോളുകളായിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. ആ കോളുകളും അയാളുടെ കാഷ്വൽ ടോക്കിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കി തെളിവുകളെല്ലാം അയാൾ നശിപ്പിച്ചിട്ടുണ്ട്. ടെലഗ്രാം വഴി ഇത്തരത്തിലുള്ള അശ്ലീല മെസ്സേജസ് ഇട്ടതിന് ശേഷം അവന്തിക പ്രതികരിച്ചല്ലോ. പിന്നീട് എങ്ങനെയായിരുന്നു ഒരു സമീപനം? പിന്നീടും കാഷ്വലായിട്ട് സംസാരിക്കുന്ന പോലെ അയാൾ വീണ്ടും സംസാരിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു മട്ടിലാണ് അയാളുടെ സംസാരം. ഇപ്പോൾ ഈ അടുത്തിടെ ഈ നടിയുടെ വെളിപ്പെടുത്തലിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺടാക്ട് ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും ഇന്ന് രാവിലെ അയാൾ നടത്തുന്ന പ്രസ് കോൺഫറൻസിന് തൊട്ട് മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇതെങ്ങാനും പുറത്ത് പറയുമോ എന്നുള്ള ഭയത്താലായിരിക്കണം അവർ അത്തരത്തിലൊരു കോൾ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? വിളിച്ചിട്ട് ഞാൻ കോൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പിന്നീട് ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ അയാൾ പ്രസ് കോൺഫറൻസിലാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കാമെന്നാണെന്ന് പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ ഞാനൊരു മാധ്യമത്തിൽ ഇത്തരം തുറന്നു പറച്ചിൽ നടക്കുന്ന സമയത്തും എനിക്ക് കോൾ വന്നിട്ടുണ്ട് അയാളുടെ ഭാഗത്തുനിന്ന്. അതെ, ഞാൻ കോൾ എടുത്തിട്ടില്ല. നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് അതെ, നിയമപരമായ വശങ്ങൾ കൂടി ആലോചിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്തരത്തിൽ മുന്നോട്ട് പോകും. അവന്തിക നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. ഈ കേരളത്തിന് പുറത്ത് മറ്റേതെങ്കിലും ഹോട്ടലുകളിൽ വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ലൈംഗിക വൈകൃതത്തോടു കൂടിയാണ് അവന്തികയോട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചതെന്നാണ് ഈ ട്രാൻസ് യുവതിയുടെ ആക്ഷേപം. എന്തായാലും ഇക്കാര്യത്തിൽ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിളിച്ചിരുന്നുവെന്നും അവന്തിക പറയുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും സുശോഭിനൊപ്പം രേഷ്മ ബാബു, ജനം.